PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, അതീവ ഗുരുതരമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഉത്തരേന്ത്യ കടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ്. 100-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം കഠിനമായ ഒരു ഉഷ്ണതരംഗം ഉത്തരേന്ത്യയിലാകെയുണ്ട്. അപ്പം തന്നെ കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലേക്ക് വളരെ പെട്ടെന്ന് എത്താനുള്ള സാധ്യതകൾ കൂടി പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ കാലാവസ്ഥ എങ്ങനെ മറികടക്കാനാണ് തീരുമാനം? എന്തൊക്കെ മുൻകരുതലുകളാണ് സർക്കാരുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ജിൽസി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം രൂക്ഷമാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85 മരണമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ 46 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ബീഹാറിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം 16 പേരുടെ മരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊത്തം 100-ലധികം പേരാണ് ഈ ഉഷ്ണതരംഗത്തിൽ അതുപോലെ തന്നെ ചൂടുമായി ബന്ധപ്പെട്ട വിവിധ അസുഖങ്ങളെ തുടർന്ന് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കനത്ത ജാഗ്രത തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പരമാവധി വീടുകൾക്കുള്ളിൽ തന്നെ തുടരുക, പരമാവധി വെള്ളം കുടിക്കുക അടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൂടി കനത്ത ചൂട് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരും. പല സംസ്ഥാനങ്ങളിലും 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. ഇന്നലെ നാഗ്പൂരിൽ 56 അടുപ്പിച്ച് താപനില എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കമുണ്ടായിരുന്നു. ഡൽഹിയിൽ 52 അടുപ്പിച്ച് താപനില എത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലായിരുന്നു ആദ്യം ഏറ്റവും അധികം ചൂട് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് രാജസ്ഥാനിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായപ്പോൾ ഒഡീഷയായാലും ബീഹാർ ആയാലും തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചൂട് അതിരൂക്ഷമാവുന്ന സാഹചര്യമുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം മരണമുണ്ടായ സാഹചര്യത്തിൽ അതീവ ജാഗ്രത നിർദ്ദേശം തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ തുടരുന്നതിലും 2 ദിവസം കൂടി കനത്ത ചൂട് തുടരുമെന്ന നിർദ്ദേശങ്ങളുണ്ട്. ഡൽഹിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ ജലക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഹരിയാന സർക്കാരിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് വേണ്ട നിർദ്ദേശം നൽകണമെന്നാണ് ഡൽഹി സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അതായത് ജനങ്ങൾ ഈ വെള്ളം കൊണ്ടുവരുന്ന ടാങ്കർ ലോറിക്ക് പിന്നാലെ ഓടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത 2 ദിവസം കൂടി കനത്ത ചൂട് തുടരും. മൺസൂൺ ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഉടൻ തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. കുടിവെള്ളത്തിനായി ആളുകൾ തിരക്ക് കൂട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ കൂടിയാണ് ഡൽഹി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ കുടിവെള്ളക്ഷാമം മറികടക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ? ഏതൊക്കെ രീതിയിലാണ് അതിനെ മറികടക്കാൻ സർക്കാർ യത്നിക്കുന്നത്? കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. ജലക്ഷാമം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജലം ഇത്തരത്തിൽ വേസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വെള്ളം അനാവശ്യമായി ഉപയോഗിക്കുന്നതും കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ഇത് പരിശോധിക്കാൻ വേണ്ടി വിവിധ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഇവിടെ പലയിടത്തുമായി നിയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അനാവശ്യമായി ജലം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ വേസ്റ്റ് ആക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ കനത്ത പിഴ ചുമത്തുമെന്ന് ഡൽഹി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഹരിയാന സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഹരിയാന സർക്കാരിന്റെ ചില നിയന്ത്രണങ്ങളാണ് ഡൽഹിയിൽ ജലക്ഷാമം ഉണ്ടാക്കാനുള്ള കാരണമെന്നാണ് ഡൽഹി സർക്കാർ അടക്കം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടയിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്നൊരു ആവശ്യം ഉയർത്തുകയും ചെയ്തു. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള മന്ത്രിമാർ ഇതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പരമാവധി സൂക്ഷിച്ചു മാത്രം ജലം ഉപയോഗിക്കുക, വെള്ളത്തിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ അനാവശ്യമായി ജലം ഉപയോഗിക്കരുതെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഡൽഹി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 2 ദിവസം കൂടി ഈ ഉഷ്ണതരംഗവും കനത്ത ചൂടും തുടരാനിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നിയന്ത്രിച്ച് പരമാവധി വെള്ളം വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജിൽസി, എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.